ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 129 എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 34 സങ്കീർത്തനം 8 മുതലുള്ള വാക്യങ്ങൾ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. 34 സങ്കീർത്തനം 8 മുതൽ 11 വരെയുള്ള വേദഭാഗം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അബീമേലെക്കിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും മരണതുല്യമായ ആ ഒരു തടവറയിൽ നിന്നും അവൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ദാവീദ് മാനസിക വിഭ്രാന്തി നടിച്ച് രക്ഷപ്പെട്ട് വെളിയിൽ വന്നതിന് ശേഷം സാക്ഷിക്കുന്ന ശ്രേഷ്ഠമായ സാക്ഷ്യമാണ്. അന്നവൻ മാനസിക വിഭ്രാന്തി നടിക്കാതെ അവിടെ വെച്ച് മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ ഈ നല്ല ചിന്തകൾ നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ചിലരുടെയൊക്കെ രക്ഷപ്പെടലുകൾ അങ്ങനെ, പ്രിയമുള്ളവരെ. ചിലരൊക്കെ രക്ഷപ്പെടണം. അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പറയുന്ന നല്ല ജീവിതാനുഭവങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില മേഖലകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നു. വാഹനാപകടങ്ങളിൽ നിന്ന്, കൊലപാതക ശ്രമങ്ങളിൽ നിന്ന്, മാനസികമായി നമ്മെ തകർത്ത് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഒക്കെ ദൈവം നമ്മളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ചിലരന്നേരവും നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കും. നീയാണോ ഉപദേശിക്കുന്നത്? നിനക്കെന്ത് യോഗ്യതയാണ്? പ്രിയമുള്ളവരെ, ഏറ്റവും ക്ഷമിച്ചു കിട്ടിയവൻ, വളരെ ക്ഷമിച്ചു കിട്ടിയവൻ വളരെ നന്ദിയുള്ളവനാകും. ഇന്ന് ചിലർക്ക് നന്ദി കുറവുള്ളത്, കൂടുതലായി സാക്ഷിക്കാത്തത്, ദൈവത്തോടടുക്കാത്തത്, ഞങ്ങൾക്ക് ദൈവം തന്നതൊന്നും പോരാ, എന്തോ തന്നു, ഞങ്ങൾക്ക് വലിയ തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങൾ വലിയവരാണ്. ചിലർ നടിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഓർത്തോണം, മനോവിഭ്രാന്തി നടിച്ച് തുപ്പലൊഴുക്കി ആ അബീമേലെക്ക് രാജാവിൻ്റെ മുമ്പാകെ നിന്ന ഈ പാവം പിടിച്ച വ്യക്തി ഇപ്പോൾ പറയുക, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. സാധാരണ രുചി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഭക്ഷണപദാർത്ഥങ്ങളിലാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു വെള്ളം കുടിക്കുന്നു, അതിന് മധുരമാണോ കയ്പാണോ പുളിയാണോ നമുക്ക് പറയാം. അല്ലെ, ഭക്ഷണം കഴിക്കുന്നു, അതെങ്ങനെയുണ്ട്? പ്രത്യേകിച്ച് നമുക്ക് നാക്കിൽ ദൈവം ഒരുപാട് ടേസ്റ്റ് ബഡ്സ് തന്നിട്ടുണ്ട്. ഈ ടേസ്റ്റ് ബഡ്സുകൾ കൊണ്ട് ഭക്ഷണപാനീയങ്ങളുടെ രുചി വിലയിരുത്തുവാനും അറിയുവാനും സാധിക്കും. ചിലപ്പോൾ ചില വ്യത്യസ്തതകൾ, നമ്മുടെ ടേസ്റ്റ് ബഡ്സുകൾ വളരെ സജീവമായിരുന്ന കാലഘട്ടത്തിൽ രുചിയുള്ള പല പദാർത്ഥങ്ങളും കഴിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾക്ക് ഭയങ്കരം ദാഹമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതൊന്നും അന്ന് നമുക്ക് മധുരം കുടിക്കാമായിരുന്നു, അല്ലെങ്കിൽ ജ്യൂസും മറ്റും കഴിക്കാമായിരുന്നു, പാനം ചെയ്യാമായിരുന്നു. എന്നാൽ അന്ന് പലതും നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ സാധാ ഡ്രിങ്ക്സ് കൊണ്ടുമൊക്കെ തൃപ്തരായി. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ നല്ല രുചിഭേദങ്ങളോടെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കുവാൻ ദൈവം അവസരം തന്നു. അന്ന് പലപ്പോഴും നമ്മളൊരു കാര്യം ചിന്തിച്ചോണം, ഷുഗറായി, പ്രഷറായി, കൊളസ്ട്രോളായി, മധുരമുള്ള ജ്യൂസ് കുടിക്കാൻ പറ്റത്തില്ല, ചിക്കനും മട്ടനും കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്നേരത്തേക്ക് പ്രായമായി വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിക്കാൻ തയ്യാറായി കിട്ടിയപ്പോഴത്തേക്ക് ഈ ടേസ്റ്റ് ബഡ്സുകളെല്ലാം ഉപയോഗശൂന്യമായിപ്പോയി. എന്ത് കഴിച്ചാലും നമുക്ക് രുചിയില്ല, കഴിക്കാൻ തോന്നത്തില്ല, നമുക്ക് വേണ്ട, വിശപ്പില്ല. നമ്മൾ പലപ്പോഴും ഒക്കെ ചിലപ്പോൾ വ്യസനത്തോട് ഓർത്തിട്ടില്ലയോ, നല്ല വിശപ്പുള്ളപ്പോൾ
രുചിയോടെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ ജോലിയുടെ ടെൻഷനായിരിക്കും, വിദേശങ്ങളിൽ ജോലിയിലായിരിക്കും. ഒരു കാലത്ത് പണ്ടുള്ളവരൊക്കെ പറയാം അന്നില്ലാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ ഉണ്ടായിട്ട് പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനുള്ള സമയവും സാഹചര്യവുമില്ല. അപ്പോൾ ടേസ്റ്റ് ബഡ്സുകൾ ശക്തമായിരുന്നപ്പോൾ രുചിഭേദങ്ങളെ വിലയിരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും പലപ്പോഴും സാധിക്കാതെ വന്നിട്ടുണ്ട്. എന്നാൽ ടേസ്റ്റ് ബഡ്സുകൾ ശക്തിയില്ലാതായപ്പോൾ നമ്മൾക്ക് പല പലഹാരങ്ങളും കിട്ടി, ആഹാര പദാർത്ഥങ്ങൾ കിട്ടി. അത് നമ്മുടെ മുൻപിൽ ഇങ്ങനെ വെല്ലുവിളിയായിട്ടിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ള പഴവർഗ്ഗങ്ങൾ, നമുക്കിഷ്ടമുള്ള മാംസാഹാരം, സസ്യാഹാരം, നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ഭക്ഷണങ്ങൾ, ഇതൊക്കെ കഴിക്കാൻ എന്നൊരു പേടിയായിട്ട് മാറിയേക്കും. അതിൽ നിന്നൊക്കെ മാറി ഉപ്പ് വേണ്ട, എരി കുറഞ്ഞു, മധുരം വേണ്ട, എണ്ണ കുറച്ചു, അങ്ങനെയായി മാറി. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു വലിയ വെല്ലുവിളി അങ്ങനെയായിട്ട് മാറിയേക്കുക. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നതെന്നറിയാം. അപ്പം നമ്മൾ ഓർക്ക് ദൈവം എൻ്റെ ജീവിതം കൊണ്ട് പിന്നെ എന്തിനാ, പണമുണ്ടായിട്ട് എന്താ കാര്യം, ഭക്ഷണമുണ്ടായിട്ട് എന്താ കാര്യം. അപ്പം നമ്മൾ ദൈവാത്മാവിൽ നിറയുന്നവരാണെങ്കിൽ ഒരു കാര്യം ചിന്തിക്കും, എടാ എൻ്റെ നല്ല കാലത്ത് എനിക്ക് കഴിക്കാൻ തക്കവണ്ണം ഇതിനോടൊക്കെ താല്പര്യമുണ്ടായിരുന്നു, അന്ന് എനിക്ക് പറ്റിയില്ലല്ലോ. ഇന്ന് കഴിക്കാൻ താല്പര്യമുള്ള എന്നാൽ സാധിക്കാത്ത ടേസ്റ്റ് ബഡുകളൊക്കെ, രുചിമുകുളങ്ങളൊക്കെ ശക്തമായിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ മുൻപിലൊക്കെ ഉണ്ട്. അവരെയൊക്കെ കണ്ടെത്തണം, അവർക്കൊക്കെ കൊടുക്കേണ്ട സഹായങ്ങൾ കൊടുക്കണം. അതുകൊണ്ടാണ് ചിലരൊക്കെ എന്ത് നല്ല കാര്യം വന്നാലും അനാഥാലയങ്ങളിലൊക്കെ പോയി നല്ല ഭക്ഷണം കൊടുക്കും. അനാഥാലയങ്ങളിൽ, വൃദ്ധമന്ദിരങ്ങളിൽ, ബാലഭവനങ്ങളിൽ നല്ല ഭക്ഷണം കൊടുക്കും. അവർ കഴിക്കട്ടെ, അവർ രുചി അറിയട്ടെ. എനിക്ക് നഷ്ടപ്പെട്ട രുചി, എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട രുചി എൻ്റെ പ്രിയപ്പെട്ടവർ അനുഭവിക്കണം. അപ്പോൾ അവരുടെ ആ മുഖത്ത് കാണുന്ന സന്തോഷം, ആ തേജസ് എനിക്ക് രുചി തോന്നുന്നില്ലെങ്കിലും രുചിമുകുളങ്ങൾ നഷ്ടപ്പെട്ടാലും അത് അനുഭവിക്കണം. പ്രിയമുള്ളവരെ, കഴിക്കുന്നതിലോ കുടിക്കുന്നതിലോ മാത്രമല്ല രുചി അറിയാൻ പറ്റുന്നത്, അനുഭവിക്കുന്നതിലുമുണ്ട്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ അതിൻ്റെ ആ അർത്ഥത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് പോകുന്നത്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. ഞാൻ പറഞ്ഞല്ലോ, രുചി തിരിച്ചറിയുന്നത് ഭക്ഷണങ്ങളും മറ്റു കാര്യങ്ങളും പാനീയങ്ങളിലൂടെയും. ഒരു മനുഷ്യനെ രുചിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ ചോദിക്കും എങ്ങനെ മറ്റുള്ളവനെ രുചിച്ചറിയും? നമ്മൾ പറയാറുള്ളൊരു കാര്യമാണ്, ചക്കയാണെങ്കിൽ തുന്നിച്ച് നോക്കാം. അതേസമയം മനുഷ്യനാണെങ്കിൽ തുന്നിച്ച് നോക്കാൻ പറ്റുമോ? അതെ, മനുഷ്യൻ്റെ രുചി പോലും അറിയത്തില്ല, ദൈവത്തിൻ്റെ രുചി അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവവചനങ്ങൾ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും കിട്ടുന്ന രുചി എന്ന് പറയുന്നത് ദൈവത്തെ രുചിച്ചറിയുകയാണ്. ദൈവവചനങ്ങൾ പറയുമ്പോൾ കിട്ടുന്ന രുചി, ദൈവത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രുചി, ദൈവം പ്രകാശിതനാണെന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു രുചിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു സ്പെഷ്യൽ യൂസേജാണ്. എന്ന് വെച്ചാൽ കാണാത്ത, ഭൗതികമായിട്ട് അനുഭവിക്കാൻ പറ്റാത്ത ഒരു വസ്തുവിൻ്റെ രുചി അറിയുക. ഇവിടെ ദൈവത്തിൻ്റെ രുചി അറിയുക എന്നാണ് പറഞ്ഞത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേ. അല്ലാതെ കണ്ടറിഞ്ഞാൽ പറ്റത്തില്ല, കേട്ടറിഞ്ഞാൽ പറ്റത്തില്ല. ഞാൻ നിങ്ങളോട് ദൈവം വലിയവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ദൈവം വലിയവനാണെന്ന് അവനവൻ തിരിച്ചറിയണം. ഇവിടെ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, കണ്ടറിഞ്ഞാൽ മാത്രം പോരാ, കേട്ടറിഞ്ഞാൽ മാത്രം പോരാ, രുചിച്ചറിയണം. അതുകൊണ്ടാണ് പലരും ദൈവമക്കൾ പറയാറുണ്ട്, ഞാൻ സാക്ഷിക്കുന്നത് കേട്ട് അറിഞ്ഞ ദൈവത്തെ അല്ല, കണ്ടറിഞ്ഞ രുചിച്ചറിഞ്ഞ ദൈവത്തെയാണ് ഞാൻ സാക്ഷിക്കുന്നത്. ചില വ്യക്തികളെയൊക്കെ നമ്മൾ രുചിച്ചറിയാനുണ്ട്. ദൈവത്തെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ രുചിച്ചറിയും. ഭക്ഷണത്തിൻ്റെ രുചി പോലെ, അതിൻ്റെ സുഗന്ധം പോലെ, പാനീയത്തിൻ്റെ രുചി പോലെ നമ്മൾക്ക് ഭക്ഷണവും പാനീയവുമായ ദൈവത്തെ രുചിച്ചറിയാൻ പറ്റും. വിശുദ്ധ കുർബാനാനുഭവം അതിൻ്റെ ഒരു വലിയ പ്രതീകമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർത്തോണം. വിശുദ്ധ കുർബാനാനുഭവത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, നൊയമ്പിലൂടെ, മധ്യസ്ഥതയിലൂടെയൊക്കെ കിട്ടുന്ന ഒരു ദിവ്യ അനുഭവമുണ്ട്. ഇതൊക്കെ ദൈവവചനം ഒരാഹാരമായിട്ട് പറയണം. അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയത്, ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. ആരുമറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ചു നിത്യം ജീവിച്ചിടുന്നു. എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വില തികയ്ക്കുന്നതെൻ്റെ ആഹാരം.
എൻ്റെ രക്ഷകൻ്റെ ഇഷ്ടമെല്ലാം ചെയ്ത് വേല തികയ്ക്കുന്നതെൻ്റെ ആഹാരം. അപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ വേല തികയ്ക്കുന്നത് ദൈവത്തെ രുചിച്ചറിയുന്ന ആഹാരമായി മാറ്റപ്പെടുകയാണ്. അത് എൻ്റെ ഒരു ആഹാരമാണ്. ദൈവത്തെ ആഹരിക്കുക, ദൈവവചനത്തെ ആഹരിക്കുക, ദൈവചിന്തകളെ ആഹരിക്കുക. അതുകൊണ്ട് ആ കർത്താവ് സാത്താനോട് പറഞ്ഞു, സാത്താനെ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ആഹരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകണം. അത് ഈ ലോകത്തിൻ്റെ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ, പട്ടിണി നിറഞ്ഞ ലോകത്തിൽ ഒരാത്മീക ആഹാരമായിട്ട് മാറും. ഭൗതിക ആഹാരം എൻ്റെ ശരീരത്തിന്, നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായതുപോലെ ദൈവവചനവും നമ്മൾ ആഹരിക്കണം. അതും നമ്മൾക്ക് ആവശ്യമാണ്. ദൈവവചനം പഠിക്കണം. അതുകൊണ്ടാണ് പാടുന്നത്, വേദവാക്യങ്ങൾ ഞങ്ങൾക്കാധായമാവാൻ വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുക. വേദനാഥനെ നിന്റെ ജ്ഞാനം നൽകുക. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ തക്കവണ്ണം, പ്രിയമുള്ളവരെ, നമ്മൾ ഓർത്തോണം, അതൊരു ഫിസിക്കൽ സബ്ജക്റ്റിനേക്കാൾ ഉപരി ആത്മീകമായ അനുഭവമാണ്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ ആഹരിക്കണം, ദൈവവചനത്തെ ആഹരിക്കണം, ദൈവത്തോട് ചേരണം, വിശുദ്ധ കുർബാന അനുഭവിക്കണം, കുർബാന അനുഭവത്തിൽ പങ്കുചേരണം. അതോടൊപ്പം തന്നെ സ്വജീവിത അനുഭവങ്ങൾ ദൈവവുമായി ബന്ധപ്പെടുത്തണം. ദൈവത്തെ കണ്ട് തിരിച്ചറിഞ്ഞാൽ പറ്റത്തില്ല, ദൈവത്തെ കേട്ടു പറഞ്ഞാൽ പറ്റത്തില്ല. അനുഭവിച്ചറിഞ്ഞ, രുചിച്ചറിഞ്ഞ ദൈവത്തെ ഇന്ന് സാക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഉപ്പാണെങ്കിലും എരിയാണെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ രുചിച്ചറിയണം. ഭക്ഷണത്തിന് രുചിയുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, കൊള്ളാമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ അധരങ്ങളെ ശക്തീകരിക്കണം. ദൈവത്തെ നല്ലവനെന്ന് രുചിച്ചറിയാൻ തക്കവണ്ണം, ദൈവവചനം നല്ലതെന്ന് രുചിച്ചറിയാൻ തക്കവണ്ണമുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം. അത് രക്തചംക്രമണം കറക്റ്റായിട്ടുണ്ടാകണം. രുചി ബഡ്സുകൾ, രുചി മുകുളങ്ങൾ ശക്തീകരിക്കപ്പെടണം. ഇന്ന് ലോകത്തിൻ്റെ മോഹങ്ങൾ കൊണ്ട്, ആഗ്രഹങ്ങൾ കൊണ്ട്, ലോകത്തിലോട്ടുള്ള ആസക്തികൾ കൊണ്ട് നമ്മുടെ ഈ ദൈവത്തെ രുചിച്ചറിയുവാനുള്ള എല്ലാ മുകുളങ്ങളും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് അനുതാപത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ട് രക്ഷയില്ല, പശ്ചാത്തപിക്കണമെന്ന് പറഞ്ഞാൽ പുച്ഛിക്കുന്നത്, ദൈവവചനം പറയുന്നവനെ നിന്ദിക്കുന്നത്, ദൈവത്തിൽ നിന്ന് അകന്നു മാറുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഓർത്തോണം, കർത്താവിൻ്റെ വരവ് സമാഗതമായി, കർത്താവിൻ്റെ വരവ് അടുത്തു. ആ ഒരുക്കത്തോടുകൂടി നമ്മളായിരിക്കണം. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ഭക്ഷണം കഴിച്ചാലും, ലോകത്തിൻ്റെ പഠനത്തിൻ്റെ പിന്നാലെ പോയാലും, പലതരത്തിലുള്ള രുചികൾ കൊണ്ട് നമ്മളുടെ രുചിമുകുളങ്ങളുടെ മാർഗം വേറെ പദത്തിലേക്ക് പോയാലും, അതിനുപരിയായി ദൈവത്താൽ രുചിക്കപ്പെടണം, രുചിപ്പിക്കപ്പെടണം, ലോകത്തെ രുചിപ്പിക്കണം. നമ്മൾ അനുഭവിച്ച സന്തോഷം മറ്റുള്ളവരോട് പങ്കുവയ്ക്കണം. അതുകൊണ്ട് ആ ദൈവത്തെ അറിഞ്ഞവരെല്ലാം സുവിശേഷകന്മാരാണ്, സുവിശേഷ മേഖലകളാണ്, സുവിശേഷ ഫീൽഡുകളാണ്. എന്തുകൊണ്ടാണ് സാധു സുന്ദരസിംഗിനെ പോലെയുള്ള പൂർവികർ ഇത്രമാത്രം ശക്തമായ മിഷണറി പ്രവർത്തനവുമായിട്ട് വന്നത്? മദർ തെരേസയെ പോലെയുള്ളവർ തെരുവീതികളിൽ അലഞ്ഞു നടക്കുന്നവരുടെ പിന്നാലെ പോയത്. പ്രതിസന്ധികൾ വന്നിട്ടും ചിലരൊക്കെ കർത്താവിനെ സാക്ഷിച്ചത്. പരിശുദ്ധ മാർത്തോമാ ശ്ലീഹ ഉൾപ്പെടെയുള്ള കർത്താവിൻ്റെ 12 ശ്ലീഹന്മാർ, വിശുദ്ധ ഗീവർഗീസ് സഹദ ഉൾപ്പെടെയുള്ള രക്തസാക്ഷികൾ, പരിശുദ്ധ കന്യകമറിയാം ഉൾപ്പെടെയുള്ള ശുദ്ധിമതികൾ, ഇവരൊക്കെ ദൈവത്തോട് കൂടുതൽ അടുത്തത് എന്തുകൊണ്ടാണ്? അവർ ദൈവത്തെ രുചിച്ചറിഞ്ഞു. അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി ദൈവവചനം, ദൈവത്തിൻ്റെ സാക്ഷ്യം മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ലല്ലോ. വീണ്ടും പറയുകയാണ്, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അവൻ്റെ ഭക്തന്മാർക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ ഭക്തന്മാർക്കെല്ലാം ഉണ്ടെന്നല്ല. അതായത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിലും അവന് പ്രയാസമായിട്ട് തോന്നത്തില്ല. കാരണം ദൈവം അതിൻ്റെ അവകാശമാണ്. പഴയ നിയമത്തിൽ ലേവ്യരെ സംബന്ധിച്ച് പറയുന്നത്, ലേവ്യർക്ക് ഗോത്ര വിഭജന സമയത്തൊന്നും കൊടുത്തില്ല. എന്നിട്ട് ദൈവം യോശുവായോട് പറഞ്ഞു, യോശുവായെ, യഹോവയാ ഞാൻ അവരുടെ അവകാശമാണ്. മുട്ടില്ലാത്തവനെ, മുട്ടുകൊടുക്കാത്തവനെ, എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കുന്നവനെ അവകാശമാക്കിയവനാ ഭക്തൻ. അവനൊന്നിനും മുട്ടുവരത്തില്ല.
പുറമേയുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ഭക്തനൊന്നുമില്ല. ഭക്തന് വീടില്ല, കൂടില്ല, കാറില്ല, ആരോഗ്യമില്ല, സഹായിക്കാൻ ആരുമില്ല. പക്ഷേ ഭക്തനെല്ലാം ഉണ്ട്. അവനൊന്നിനും ഒരു മുട്ട് വരത്തില്ല. മുട്ടുണ്ടെന്ന് അവൻ പറയത്തില്ല. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്ന് ദാവീദ് തന്നെ 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു. അപ്പം മുട്ടുകൊടുക്കാത്ത ഇടയനെ പിന്തുടരുന്നവർക്ക് യഥാർത്ഥ ഭക്തൻ്റെയും യഥാർത്ഥ ഉടയവൻ്റെയും അനുഭവം തിരിച്ചറിയാൻ സാധിക്കും. വീണ്ടും പറയുന്നതാണ്, ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. വനത്തെ സംബന്ധിച്ചിടത്തോളം സിംഹങ്ങൾ ശക്തിമാന്മാരാ. ബാലസിംഹങ്ങൾ ശക്തി കൂടുതലുള്ളതാണ്, വെറും സിംഹമല്ല. പ്രത്യേകിച്ച് ഓർത്തോണം, സിംഹത്തിൻ്റെ പുത്രന്മാര്, സിംഹത്തിൻ്റെ കൊച്ചുമക്കള് ബാലസിംഹങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ശക്തരാണവർ. അവർക്കൊരിക്കലും ഭക്ഷണത്തെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം സിംഹത്തിൻ്റെ മക്കളാണ്. കാട്ടിലെ രാജാവെന്ന് ഭാവനാത്മകമായി പറയുന്ന സിംഹത്തിൻ്റെ മക്കളാ ബാലസിംഹങ്ങൾ. സിംഹം അപ്പനും അമ്മയുമായിട്ടിരുന്നിട്ടും ഭക്ഷണം കിട്ടാത്ത ബാലസിംഹങ്ങളുണ്ട് പ്രിയമുള്ളവരെ. സിംഹത്തിൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. നമ്മളൊക്കെ ചില സമയത്ത് എപ്പോഴും ചിന്തിച്ചോണം, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു കാര്യം വളരെ നിഷ്കളങ്കമായിട്ട് മനസ്സിൽ ചിന്തിച്ചോണം. ദൈവമേ, എല്ലാം ഉണ്ടായിട്ടും, അപ്പനും അമ്മയും കോടികൾ സമ്പാദിച്ചിട്ടിട്ടും, ജോലിക്കാരും എല്ലാവരും ഉണ്ടായിട്ടും ഒന്നും കിട്ടാതെ മരിക്കേണ്ട വരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും കരുതാനുണ്ടായിട്ടും അവസാന സമയത്ത് നോക്കാനില്ലാത്തവരുണ്ട്. ലോകചരിത്രത്തിൽ പല കാര്യങ്ങളുണ്ട്. വലിയ ഹോസ്പിറ്റലുകൾ നടത്തിയിട്ടും സമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ചു പോയവരുണ്ട്. വലിയ ഹൃദ്രോഗ വിദഗ്ധരായിട്ടും സാഹചര്യങ്ങൾ കൊണ്ട് അത്യാവശ്യമായ ചികിത്സ കിട്ടാതെ മരിച്ചു പോയവരുണ്ട്. ആയിരക്കണക്കിന് പേരെ രക്ഷപ്പെടുത്തിയിട്ടും അവസാന സമയത്തൊരു ഫസ്റ്റ് എയ്ഡ് കിട്ടാതെ മരിച്ചു പോയവരുണ്ട്. ഇവിടെ നമ്മൾ ഓർത്തോ, എല്ലാം ഉണ്ടായിട്ടും ചിലതൊക്കെ ചില സമയത്ത് നമുക്ക് ഫലപ്രദമാകണമെന്നില്ല. ബാലസിംഹങ്ങൾ, സിംഹത്തിൻ്റെ മക്കള്, അവ പോലും ഇര കിട്ടാതെ വിശന്നിരിക്കും. അന്നേരമാണോ കുറുക്കൻ്റെ മക്കൾ? അന്നേരമാണോ മാൻകുഞ്ഞുങ്ങൾ? അന്നേരമാണോ ചെന്നായുടെ കുഞ്ഞുങ്ങൾ? അന്നേരമാണോ ചെറിയ ഒട്ടകത്തിൻ്റെ കുഞ്ഞുങ്ങൾ, സീബ്രയുടെ കുഞ്ഞുങ്ങൾ? അവ പേടിച്ചാ ജീവിക്കുന്നത്. എന്നാൽ സിംഹത്തിന് പേടിയേ ഇല്ല, എപ്പോഴും ഇറങ്ങി നടക്കാം. കുറുക്കൻ്റെയും കടുവായുടെയും സിംഹത്തിൻ്റെയും എന്ന് വെച്ചാൽ ശക്തരായിട്ടുള്ള പലരും കാണും. ഈ ശക്തരായിട്ടുള്ളവരുടെ ഇടയിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ അവയ്ക്ക് കിട്ടാതിരിക്കുമ്പോഴും ഒരു കൊച്ചു കുഞ്ഞിക്കിളി അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇര കൊണ്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അതിൻ്റെ ചുണ്ട് വളരെ ചെറുതാണ്. കൊച്ചടയ്ക്കാക്കുരുവികൾ, അവയ്ക്ക് കൂട് വെച്ച് കൊടുക്കാൻ ആരുമില്ല. ചിലപ്പോൾ നമ്മുടെയൊക്കെ വീടിനോട് ചേർന്നായിരിക്കും, ഒരു കൊച്ചു വാഴക്കൈയിലായിരിക്കും. ചില ഓലാഞ്ഞാലി കിളികളൊക്കെ ഉണ്ട്, മനുഷ്യൻ പിടിക്കത്തക്ക രീതിയിലായിരിക്കും കൂട് വെച്ചേക്കുന്നത്. എന്നാൽ മനോഹരമായിട്ട് അവ കൂട് കെട്ടുന്നുണ്ട്. വലിയ കഴുകന്മാരുടെയും അല്ലെങ്കിൽ വലിയ പരുന്തുകളുടെയും ഇടയിൽ, പർവ്വതങ്ങളിൽ വസിക്കുന്ന പരുന്തുകളുടെ ഇടയിൽ കേവലം ഓലാഞ്ഞാലിക്കിളിയും അടയ്ക്കാക്കുരുവിയും കൂട് വെച്ച് ജീവിക്കുന്നുണ്ട്. പാവം പിടിച്ച കാക്കയും അതിന് കിട്ടുന്ന കമ്പും കോലും കൊണ്ട് കൂടുണ്ടാക്കുന്നുണ്ട്. വലിയ മൃഗങ്ങൾ, തിമിംഗലങ്ങളുള്ള കടല്, അവിടെയും പൊടിമത്സ്യങ്ങളുണ്ട്. വലിയ പണ്ഡിതന്മാരും വലിയ മിടുക്കന്മാരും സമർത്ഥന്മാരും കോടാനുകോടികൾ കൊണ്ട് അമ്മാനമാടുന്നവരും ഉള്ളപ്പോഴും ഒന്നുമില്ലാത്ത നമ്മൾ ജീവിച്ചു പോകുന്നില്ലേ? അതേ പ്രിയമുള്ളവരെ, യഹോവയെ അന്വേഷിക്കുന്നവർക്കൊന്നിനും മുട്ടില്ല. നമ്മൾ ഇന്നാളുടെ മകനോ മകളോ ആണെന്ന് പറഞ്ഞ് അഭിമാനിക്കണ്ട. അയ്യോ, ഞാനിന്ന് വീട്ടിൽ ജനിച്ചില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടണ്ട. എനിക്കിന്നത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരാതിപ്പെടണ്ട. പ്രിയമുള്ളവരെ, ബാലസിംഹങ്ങൾ പോലും ഇര കിട്ടാതെ പറഞ്ഞിരിക്കും. എല്ലാം ഉണ്ടായിട്ടും ഒന്നും കിട്ടാതെ മരണപ്പെടേണ്ട അവസ്ഥയും വരും. പക്ഷേ നമ്മൾ യഹോവയാണ് ആശ്രയിക്കേണ്ടത്. സിംഹതുല്യമായ ഗർജനമില്ലാതെ, ഉയരത്തിൽ പറക്കാൻ പറ്റാതെ, ഏറ്റവും താളടിയായി ജീവിക്കുന്ന അനുഭവത്തിലും ദൈവത്തിൻ്റെ കരുണ നമ്മോടൊപ്പം ഉണ്ടാകും. ദൈവത്തിൻ്റെ തേജസ് നമ്മോടൊപ്പം ഉണ്ടാകും. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ശക്തിയും ഭംഗിയും നൽകുന്നവൻ,
കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ വാഴ്ത്തിയിടുന്നു. കാട്ടിലെ മൃഗങ്ങളാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശ്വരനെ വാഴ്ത്തിയിടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവനെ, നിൻ്റെ സ്നേഹിതന് പാരമ്പര്യമായി വസ്തുവുണ്ട്, വീടുണ്ട്, സുരക്ഷിതനായിട്ടിരിക്കുന്നു. അവൻ്റെ അപ്പനും അമ്മയും ജോലി ചെയ്തെല്ലാം കൊടുത്തു. എന്നാൽ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് 5 സെൻറ്റ് വസ്തു പോലും നീക്കിയിട്ടില്ല. ബാങ്കിൽ വലിയ കടമാക്കി വെച്ചു. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചരതിച്ചു വെച്ചില്ല. ഒരു നുള്ളു സ്വർണം പോലും മാറ്റി വെച്ചില്ല. അപ്പോൾ നമ്മൾ പരാതിപ്പെട്ട് ചോദിക്കും, എന്താ അപ്പ കുറച്ച് ഭൂമി വാങ്ങിച്ചിടാൻ വയ്യായിരുന്നോ? എന്തിനാണ് കയ്യിലിരുന്ന സ്വർണം നഷ്ടപ്പെടുത്തിയത്? ആ പട്ടണത്തിലുണ്ടായിരുന്ന 5 മുറിക്കട എന്തിനാ വിറ്റൊഴിച്ചത്? ആ വസ്തു അവിടെ കിടപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എത്ര ലക്ഷം രൂപ കിട്ടിയതിന്? 1 സെൻറ്റിന് 7 ലക്ഷവും 8 ലക്ഷവും കിട്ടത്തില്ലായിരുന്നു. നിങ്ങൾ വെറുതെ 2 ലക്ഷത്തിന് മൊത്തം വിറ്റ് നശിപ്പിച്ചില്ലയോ? പ്രിയമുള്ളവനെ, പ്രിയമുള്ളവളെ, ചിലപ്പോൾ അന്നത്തെ ആവശ്യത്തിന് നിന്നെ പഠിപ്പിക്കാനായിരിക്കാം നിൻ്റെ അപ്പൻ അത് വിറ്റത്. നിൻ്റെ അമ്മയെ ചികിത്സിക്കാനായിരിക്കാം. നീ മരിക്കാൻ കിടന്നപ്പോൾ നിനക്കൊരു ജീവൻ നൽകാനായിരിക്കാം അത് വിറ്റത്. ചിലപ്പോൾ നിരാശ്രയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് വേണ്ടിയായിരിക്കാം വിട്ടത്. അതിനെ ഓർത്തൊന്നും ഭാരപ്പെടണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ വാചകമുണ്ടല്ലോ, സിംഹത്തിൻ്റെ പുത്രന്മാരായിട്ട് ജനിക്കണമെന്നില്ല, കടുവയുടെ മക്കളായി ജനിക്കണമെന്നില്ല. അവയ്ക്ക് പോലും ഒന്നുമില്ലാതിരിക്കും. കേവലം അട്ടയുടെ കുഞ്ഞുങ്ങളെ, കേവലം മാൻ്റെ കുഞ്ഞുങ്ങളെ, കേവലം അടയ്ക്കാക്കുരുവിയുടെ കുഞ്ഞുങ്ങളെ പോറ്റുന്നൊരു ദൈവമുണ്ടെങ്കിൽ, ഒന്നും ശേഷിപ്പിച്ചിട്ട് ഇല്ലാതെ പൂർവികർ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാത്തത് ദൈവം നിനക്ക് തരും. ദൈവത്തിൽ നമ്മൾ ശക്തിപ്പെടണം. ആ ശക്തിപ്പെടുമ്പോൾ ദൈവം തരുന്ന ഒരു സന്തോഷമുണ്ട്. സന്തോഷം സാധാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ, സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ. നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ. മക്കളെ, വന്നെനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ്സ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? മക്കളെ, വന്നെനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. ഒരു വലിയ ആഹ്വാനമാണ് തലമുറയ്ക്ക് കൊടുക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, വന്ന് എനിക്ക് ചെവി തരണം. യഹോവയോടുള്ള ഭക്തി ഞാൻ ഉപദേശിച്ചു തരാം. എൻ്റെ മിടുക്കിനെക്കുറിച്ചുള്ളതല്ല, ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളതല്ല, മറിച്ചൊരു വലിയ യാചനയാണ് നടത്തുന്നത്. കുഞ്ഞുങ്ങളെ, വന്നെനിക്ക് ചെവിതാ. എനിക്ക് ഹൃദയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് രഹസ്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് മർമ്മങ്ങൾ പറയാനുണ്ട്. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ 4-ാം ക്രമത്തിൽ ലേഖനം വായിക്കുമ്പോൾ, വേദഭാഗത്തിൽ പറയുന്നത്, പൗലോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ പറയുന്നു, ഞാനൊരു വലിയ രഹസ്യം നിങ്ങളോട് പറയാം. നമ്മുടെ കർത്താവ് താൻ കാഹളനാദത്തോട്, പ്രധാന ദൂതൻ്റെ കാഹളസ്വരത്തോടെ വരും, പ്രധാന ദൂതൻ്റെ കുഴലൂത്തോടു കൂടി വരും. അന്ന് കർത്താവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ഒരു വലിയ ആഹ്വാനമാണ്. മക്കളെ, എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇന്നങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയമുണ്ട്. യഹോവയോടുള്ള ഭക്തി ഉപദേശിച്ചു കൊടുക്കുന്ന ഗുരുക്കന്മാരും മാതാപിതാക്കളും കുറഞ്ഞു വരികയാണ്. ലോകാനുഭവങ്ങളാണ് പറയുന്നത്, ലോക ചിന്തകൾ മാത്രമാണ് പറയുന്നത്. എല്ലാം വേണം, നീ പഠിച്ചാൽ മതി. പഠിക്ക്. പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവരാരുമില്ല. യഹോവയോടുള്ള ഭക്തി ഉപദേശിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ വേണം. അത് ഉപദേശിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ യഹോവയുടെ ഭക്തിയും പ്രമാണവും ഉൾക്കൊള്ളണം. അങ്ങനൊരു തലമുറ ഇന്ന് വളർന്നു വരണം. പ്രിയപ്പെട്ടവരെ, യഹോവയോടുള്ള ഭക്തി ഉപദേശിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ യഹോവയുടെ ഭക്തിയുടെ ആഴമറിയണം, അതിൻ്റെ ശക്തി അറിയണം, സിദ്ധി അറിയണം. ആ അനുഭവങ്ങളുടെ പൂർണ്ണത നമ്മളുടെ ഹൃദയത്തിലും മനസ്സിലും എപ്പോഴും ഉണ്ടാകണം. യഹോവയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരോട്, തമ്പുരാൻ്റെ മഹനീയത അറിഞ്ഞിട്ടില്ലാത്തവരോട് പറയണം. അത് കൊതികൊണ്ട് പറയണം. ഇനി നാളെ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഒരു അവസരം കിട്ടത്തില്ല. ഇന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മക്കളോട് പറയണം, തലമുറകളോട് പറയണം. പൂർവികരുടെ പ്രത്യേകത അതായിരുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പറഞ്ഞിരുന്നത് അതാ,
എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു, അലഞ്ഞു തിരിഞ്ഞ് നടന്നവനായിരുന്നു. ദൈവം എനിക്ക് ഭൂമി നൽകി, ദൈവം എന്നെ നിലനിർത്തി, തലമുറയെ നിലനിർത്തി. ആയതുപോലെ നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ഓർത്തോണം, നമ്മളൊക്കെ കൂടാരവാസികളും ബലഹീനരുമായിരുന്നു. ദൈവം നമ്മളെ ഉറപ്പിച്ച് നിർത്തിയതാണ്. നിന്നതല്ല, ദൈവം നിർത്തിയതാണ്. കൊതിയോടെ അത് സാക്ഷിക്കണം. യഹോവയോടുള്ള ഭക്തി ഉപദേശിച്ചു തരാം. അവൻ്റെ വരവിനെക്കുറിച്ച് ഉപദേശിക്കണം. യുഗായുഗമായി പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.